ഏവർക്കും കേരള ക്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പോഡ്കാസ്റ്റിൽ സാധാരണ എപ്പോഴത്തെ പോലെ തന്നെ മിസ്റ്റർ മനീഷ എന്നുള്ളത്. വെൽക്കം ടു ദി ഷോ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ച ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, അന്ധവിശ്വാസം. അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ, എല്ലാ വിശ്വാസങ്ങളും അന്ധമാണോ? അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ രണ്ട് നമുക്ക് രീതിയിൽ പറയാം. അന്ധമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കാണാതെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ട് ഒരു വിശ്വാസത്തിന്റെ പുറകെ പോവാം. അപ്പോൾ മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിനെ കൊണ്ട് കെട്ടണത് മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഇടയിലാണ് അന്ധവിശ്വാസത്തിനെ കൊണ്ട് കെട്ടണത്. ചില വിശ്വാസങ്ങൾ നമ്മൾ ഏതൊന്നിനെയും അഗാധമായിട്ട് അല്ലെങ്കിൽ കണ്ണോടച്ച് വിശ്വസിക്കുക എന്ന് പറയുന്നത് അന്ധവിശ്വാസം തന്നെയാണ്. പക്ഷേ മറ്റുള്ള വിശ്വാസങ്ങൾ ചിലപ്പോ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവില്ല. ആളുകളെ ഒരു പ്രശ്നം, ഒരു വിശ്വാസം ആളുകൾക്ക് ദുരന്തമായിട്ട് വരികയോ പ്രശ്നമായിട്ട് ഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ പൊതുവിൽ അന്ധവിശ്വാസം വിളിക്കുന്നത്. അതാണ് അന്ധവിശ്വാസത്തിന്റെ ബേസിക് ആയിട്ട് നമ്മളിവിടെ സാമൂഹികരായിട്ട് സംസാരിക്കുന്ന അന്ധവിശ്വാസത്തിന് അതാണ്. അന്ധവിശ്വാസം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു വാക്ക് ഇങ്ങനെ ചേർത്ത് പറയുന്നത്. വിശ്വാസങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ തെറ്റില്ല, എന്ത് വേണേലും നമുക്ക് വിശ്വസിക്കാം, ആൾക്ക് ഹാമല്ല. പക്ഷെ വിശ്വാസങ്ങൾ ആചരിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണല്ലോ. ആ പ്രവൃത്തിയിൽ മറ്റുള്ളവരും കൂടി ഇൻവോൾവ് ആകുമ്പോൾ അവർക്കത് ഒരു പ്രശ്നമായിട്ട് ഭവിക്കുമ്പോൾ, അവർക്കത് അസഹനീയമാകുമ്പോൾ ഒക്കെയാണ് ഈ അന്ധവിശ്വാസം എന്നുള്ള വേർഡ് നമ്മളവിടെ ചേർത്ത് കൊടുക്കാം ഒരു വിശ്വാസത്തിന്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ സിനിമ മേഖലയിലേക്ക് നമ്മൾ തിരിച്ചു വരാം. കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി, പല നടന്മാരെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതൊക്കെ വളരെ വലിയ ചർച്ചകളിലേക്ക് പിന്നെ പോയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ അറിയാൻ കഴിഞ്ഞു. അതൊക്കെ വളരെ സന്തോഷം കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ഏറ്റെടുക്കുന്നു എന്നുള്ളതിൽ. അപ്പോ അതിന്റെ കൂടെ ചേർത്ത് ചോദിക്കാം, ഇപ്പൊ ഈ സിനിമ മേഖലകളിൽ പൊതുവെ കേട്ടിട്ട് വന്നതാണ്, അതായത് ഇപ്പൊ ഒരു സിനിമ ഒരു 100 കോടിയുടെ ഒരു ബഡ്ജറ്റിൽ ഒരു സിനിമ എടുക്കുമ്പോൾ 200 കോടിയുടെ ബഡ്ജറ്റ് എടുത്ത സിനിമയെ ഒരുമിച്ച് റിലീസ് ആകുമ്പോൾ ബേസിക്കലി അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം നല്ല സിനിമ ഏതാണോ നോക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ടിക്കറ്റ് കിട്ടുന്നതിന് കയറുന്ന ഒരു കാലമായിരുന്നു നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്നേ. എന്നാലും ഇപ്പം ആൾക്കാര് ഒരു സ്പെസിഫിക് സിനിമ ടാർഗറ്റ് ചെയ്തോടെ കയറുന്നു, അല്ലെ? അപ്പൊ അത് കേട്ട് പ്രൊഡ്യൂസർമാർക്ക് ഒരു ഭയം ഉള്ളിലുണ്ടായിട്ട് പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്നതാണ് സിനിമയിൽ ഈ സംഭവം, ഈ മുട്ട കുഴിച്ചിടുക, അല്ലെങ്കിൽ ഇപ്പോ അതേപോലെ ഇപ്പൊ പൊതുവെ നമ്മളെല്ലാരും കേൾക്കുന്നതാണ് സിനിമയിൽ ആദ്യം പൂജ ചെയ്തിട്ടാണ് സിനിമ തുടങ്ങുന്നത് എന്നുള്ള കാര്യം. അത് ഒരു ജാതി മതം അങ്ങനെയൊന്നും അതിലില്ല. അത് നല്ലൊരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് പലരും പൂജ എന്ന് പറയുന്ന സാധനം കാണുന്നത്. പക്ഷെ അതിന്റെ ഒരു മറുവശമായിട്ട് സിനിമ ഇറങ്ങിയതിനു ശേഷം മറ്റേ സിനിമ പൊട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് പല പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ ഒരു മുട്ട കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിക്കുള്ള അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, സിനിമാ മേഖലയിലുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സിനിമ പിടിക്കുന്നു, അല്ലെങ്കിൽ ആ പടം എന്താണ് 100 days ഓടുക, അല്ലെങ്കിൽ ഇപ്പൊ 100 days അല്ല, ഇപ്പൊ കളക്ഷനാണ് പറയാ. 100 days പറയാം, ഇപ്പൊ കോടികളായി, ഇപ്പൊ കാശാണ് കളക്ഷനായിട്ട് പറയാം. അവ ഓടിയ സിനിമകളോ അല്ലെങ്കിൽ ഇങ്ങനെ കാശ് കളക്ട് ചെയ്ത സിനിമകളോ വെച്ചാൽ ഒരു സിനിമ ഇറങ്ങുമ്പോ സ്വാഭാവികമായിട്ടൊരു നിർഭാഗ്യങ്ങൾ വെച്ചിട്ടുള്ള നമ്മളൊരു ഇതുപോലെയാണ്. ഏത് ഒരു അല്ല, നമ്മള് പറയില്ലേ, എന്താണ് പറയാ, അതിനൊരു ഇത് പറയുമല്ലോ, പോയ പോലെ ചീട്ട കളിക്കുന്ന പോലെ നിർഭാഗ്യങ്ങളുടെ പേരിന് സ്പെസിഫിക് മറന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വിശ്വാസത്തിനോട്. കാരണം അദൃശ്യമാണ്, നമുക്കൊരു ഉറപ്പില്ലാത്തൊരു. എന്നാൽ നമുക്കറിയാം, നമുക്കൊരു സിനിമ എന്താണ് സ്ക്രീൻ സെറ്റാണ്, സ്ക്രീൻ പ്ലേ സെറ്റാണ്, ഡയറക്റ്റ് ചെയ്യാവുന്ന നല്ലൊരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പണി അറിയാവുന്ന ഒരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എല്ലാ സംഭവം ഉണ്ടെങ്കിൽ പോലും ഇതിന് തിയേറ്റർ കിട്ടുക, തിയേറ്റർ റെസ്പോൺസ് ഉണ്ടാവുക, ആളുകൾക്ക് ഇത് കണക്ട് ആവുക, ഇതൊന്നും ഒരു പോഡ്കാസ്റ്റിൽ നമ്മുടെ ISR ചെയർമാന്റെ ഒരു പോഡ്കാസ്റ്റിൽ ചെയർമാൻ പറഞ്ഞ ഒരു വാചകം, റോക്കറ്റ് വിടുന്നവരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്തോ അത് വിട്ട് കഴിഞ്ഞത് അതുപോലെയാണ്. അപ്പോ അത് വിട്ട് അതുപോലെയാണ്. കാരണം നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവാം, അപ്ലൈ ചെയ്യാം, തിയേറ്ററിൽ വന്നു. പിന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്നാണ് ആൾക്കാര് പറയില്ല, റിവ്യൂവേഴ്സിനെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അന്ന് പഴയ ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പണ്ട് ഇങ്ങനെ പറയും, വെള്ളിയാഴ്ച നല്ല ഒരു ഇതാണ്, ഇത് കിട്ടണം, മഴ ഉണ്ടാവാൻ പാടില്ല, റിലീസ് ഉണ്ടെന്ന് പല ഘടകങ്ങളും ബാധിക്കും. അങ്ങനത്തെ ഒരു
സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ അറിയില്ലേ, പഴയ കാലത്ത് ബസ്സില് 3 ഫോട്ടോ ഉണ്ടാവില്ലേ, ആ. 3 മതത്തിലത്തെ അതെ ഇത് അതെ വെച്ചിട്ട്. അതുപോലെ ഇപ്പൊ കാണുന്ന പൂജാവേളയിലാണ് അതെ ചില അതെ സിനിമകളുടെ ആ 3 മതത്തിന്റെ അതെ ഇതുണ്ടാവും തട്ടില്. അച്ഛാ, പൂജ തുടങ്ങുന്നതൊക്കെ നമ്മളെ കൾച്ചറിന്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മുടെ ഈ സൗത്ത് സൈഡിലേക്കാണ് ഈ ഉം. പൂജയും കാര്യങ്ങളും സിനിമകളിലേക്ക് അല്ല, കൂടുതൽ അത് കൾച്ചറിന്റെ ഭാഗമാണ്. അവിടെ നിന്ന് തേങ്ങ പൊട്ടിക്കും അവിടെ ഈ ആയിരിക്കും. ചിലയിടത്ത് ഈ കർണാടകയിലൊക്കെ ആ ആണെങ്കിൽ നമ്മളവിടെ തണ്ണിമത്തൻ പോലത്തെ ആ തണ്ണിമത്തല്ല കുമ്പളങ്ങ കുമ്പളങ്ങ കുമ്പളങ്ങ. കുമ്പളങ്ങ എന്നിട്ട് കണ്ണീർ ദോഷം പോകാൻ ആ ആ വേണ്ടിയിട്ടുള്ള ആ. അതൊരു വിശ്വാസം തന്നെയാണ്. ഉം. വെച്ചാല് അതായത് ആചരിക്കുന്ന ഓരോ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം ചെയ്യും. ഇപ്പൊ ഒരു മറ്റേ പുതിയൊരു മറ്റേ ഫൈറ്റർ ജെറ്റ് ഇറങ്ങി കഴിഞ്ഞ പോലെ നാരങ്ങ വെക്കില്ലേ, അതെ. അത് വെച്ചാല് അതൊന്നും അതിന്റെ നാരങ്ങയുടെ ബലത്തിലൊന്നും അല്ല ആൾക്കാർ ഇങ്ങനെ കളിയാക്കില്ല. നാരങ്ങയുടെ ബലത്തിലാണോ ആ തോന്നുന്നത്, ഓടുന്നെ. അതൊന്നുമല്ല. അതൊരു വിശ്വാസം. ഉം. കൾച്ചറലി കാലങ്ങളായിട്ട് ഇവിടെ അനുവർത്തിച്ച് വരുന്ന ഓരോ അതിന്റെ ഭാഗങ്ങളായിട്ട്. കാളവണ്ടിക്ക് പണ്ട് കാളവണ്ടി ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഇതില് ഒരാട വെച്ചിട്ട് നാരങ്ങ വെച്ചിട്ടുണ്ടാവും. അത് ഇപ്പൊ എന്തിറക്കിയാലും വെക്കുന്നുള്ളൂ. ഉം. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ ഭാഗം. പക്ഷെ ഇത് അന്ധവിശ്വാസം എന്ന് വെച്ചാൽ ഇത് പറയപ്പെടുന്നതിന് കാരണം അപകടമായതുകൊണ്ടല്ല. ഉം. കാരണം പ്രൊഡക്റ്റിൽ അപ്പൊ പ്രധാനപ്പെട്ട യുക്തിവാദികൾ പോലുള്ള സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, ഉം. സ്വാതന്ത്ര്യന്താഗതിക്കാര്, മതനിരാസരായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരിതിനെ വിമർശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രൊഡക്റ്റിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ മറ്റേ ഒരു ഇത് ആ പറയില്ലേ, ഒരാളുടെ ഒരു തലക്കകത്ത് വയ്ക്കുന്ന പോലെ. അങ്ങനത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതിയില്ലേ, വേറെ ആരെയും വിളിക്കേണ്ട കാര്യമില്ലല്ലോ, ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല ദൈവത്തിന്. അങ്ങനത്തെ ഒരു തോട്ട് കൊണ്ടാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് സംഭവം. അത് എന്തുകൊണ്ട് പറയാ, ആൾക്കാരുടെ ഇത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ്, ഉം. അതെന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലുള്ളതാണ്, സിനിമയ്ക്ക് മാത്രമല്ല. ഉം. ഉം. അതെ അതായത് ഒരാള് അത് നന്നാവുന്ന ശത്രുതയാണ്. മറ്റാൾക്ക് കാണാൻ പറ്റില്ല. അത് വെച്ചാൽ രണ്ട് സിനിമകൾ അല്ലെങ്കിൽ രണ്ട് കോമ്പറ്റേറ്റേഴ്സ് ഉം. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് വരുന്നതിലും പോലെ തന്നെ ഒരു കാര്യമാണ് അവൻ താഴ്ത്തിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയുണ്ട്. ആ ആ ഇപ്പൊ ഒരു കമ്പനി, എസ് എന്ന് പറഞ്ഞ കമ്പനി ടി എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് മത്സരിക്കുന്നു. അപ്പൊ എസ് കമ്പനി മുന്നോട്ട് പോകാൻ അത്രത്തോളം തന്നെ എസ് കമ്പനി ആഗ്രഹിക്കുന്നതാണ് ടി എന്നുള്ള കമ്പനി പിന്നെ പുറകോട്ട് പോകാം. അപ്പൊ ശരിക്കും ഇത് ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഇത് സംഭവം ഇത് മനീഷേട്ടന്റെ ഒരു പെർസ്പെക്റ്റീവില് ഇത് നടക്കും. ഏതാണ്? അതായത് ഇപ്പം ഞാനിപ്പോ ടേക്ക് എക്സാമ്പിൾ ഇപ്പൊ മനീഷേട്ടൻ ഒരു പൂജ ചെയ്യുന്ന ഒരാളാണ്. ഉം. അപ്പം ഞാൻ എന്റെ ഒരു ഫിനാൻഷ്യൽ ലോസ് എന്റെ കമ്പനിക്ക് വന്നു തുടങ്ങി. പോരാത്ത എന്റെ ഒരു കോമ്പറ്റീറ്റർ ഭയങ്കരമായിട്ട് ഉയർച്ചകളിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ഒരു മനീഷേട്ടനെ ഒരു പൂജാരി എന്നുള്ള രീതിക്ക് ഞങ്ങളെ വിളിച്ചൊരു പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ മുട്ട കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് പാരലായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യുന്നു കർമ്മങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്റെ കമ്പനി ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുമോ? എന്താണ് അതിന്റെ ഒരു അഭിപ്രായം? ഇതൊരു കാര്യം എന്താ പറയുക, ഇതിലുള്ള ഒരു വിഷയം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വേറെ തോന്നുന്നില്ല. കാരണം ഒരു ഒരു സൈക്കോളജി ഉണ്ട് എപ്പോഴും, എല്ലാവരും ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ ഒരു മറ്റേ മടപ്പുരകളിലൊക്കെ പോകുമ്പോൾ ദുഃഖിച്ച് വിഷമിച്ച ഒരാൾ ചെല്ലുമ്പോൾ മുത്തപ്പൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദേവത സങ്കല്പത്തിൽ നൃത്തത്തിലേക്ക് ഒന്ന് നിർത്താൻ സംസാരിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടും. അത് സൈക്കോളജിയാണ്. ആ ആശ്വാസത്തിൽ നിന്ന് ചിലപ്പോൾ ഉയർച്ചയിലേക്ക് കയറി പോകാൻ പറ്റും. ഒരു വെളിച്ചം എന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ്. എനിക്ക് പേഴ്സണലി അനുഭവമുള്ളൊരു വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി, ഒരാളുടെ ലൈഫിൽ ഇതുപോലൊരു മാറ്റം, കാരണം ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന സമയത്ത് ആത്മഹത്യ നിൽക്കുക ബേസിക്കലി. അതായിക്കോട്ടെ, പോക്കറ്റിൽ കുപ്പി വിഷം ഇട്ടിരിക്കണ പോലത്തെ ഒരവസ്ഥയിലേക്ക് വെച്ചു. അപ്പൊ അയാൾക്ക് കുറച്ചു നേരം ഒരു മണിക്കൂറോ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു ആശ്വാസം കിട്ടി. അയാൾ തിരിച്ചു നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു പിടിച്ച് രക്ഷപ്പെട്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതുപോലെ മറ്റേ ഈ സിനിമ കണ്ടിട്ടില്ലേ, പത്തേമാരി സിനിമയില് ലൈറ്റ് വാങ്ങാൻ പോകുന്ന രംഗമുണ്ട്, നാരായണൻ. അപ്പൊ ലൈറ്റ് വാങ്ങാൻ പോകുമ്പോ നല്ല ഒരു ഭംഗിയുള്ള ഒരു ലൈറ്റ് പുതിയതായിട്ട് പണിയുന്ന വീട്ടിന്റെ ഹാളിന് തൂക്കിടാൻ വേണ്ടിട്ട് വില ചോദിക്കുമ്പോ ഭയങ്കര കാശ്. അപ്പൊ അയാള് പോണേല് അവിടെ വെച്ചിട്ട് പടത്തിന്റെ മരിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇങ്ങനെ നോക്കി കൊണ്ടുവെക്കുമ്പോ ഒരാള് ബാക്കിൽ വരും, വിളിക്കുന്ന നാരായണല്ലേ, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയ ആളല്ലേ. ആ ഒരു സീനുണ്ട് നമ്മുടെ ഇയാൾ അഭിനയിച്ചത്, മമ്മൂട്ടി മകൻ. അപ്പൊ അയാളൊരു നാടകത്തിലൊക്കെ ഉള്ള ഒരാളാണ്. അല്ല, അയാൾ മറ്റേതില് വിക്രമാദിത്യൻ അച്ഛനായിട്ട്. നാടകത്തിലൊക്കെ അപ്പൊ ആ ഒരു അല്ല, ഞാൻ ആളുടെ കാര്യമില്ല, ആ ഒരു ക്യാരക്ടറില്ലേ നാരായണൻ എന്ന് പറഞ്ഞ കഥാപാത്രം പോലെ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. ആളുകൾക്ക് ആശ്വാസമാകുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്ന ഇതുണ്ട്. അത് അപ്പൊ നമ്മൾ പറയും അതിനെയാണ് നമ്മൾ വിശ്വാസമായിട്ട് കണക്ട് ചെയ്യുക. ദൈവത്തിനെ ഞാൻ വിളിച്ചപ്പോ എനിക്കൊരു വെളിച്ചമായിട്ട് ഒരാൾ വന്നു എന്നുള്ള രീതിയിൽ. മുട്ട കുഴിച്ചിടുന്നത് നശിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. മനസ്സിലായ? പോസിറ്റീവ് തരും പൂജ. ഇപ്പൊ ഒരു പൂജാരി പൂജയ്ക്ക് വരുമ്പോ വെറുതെ വന്നിട്ട് ഒരു പണിക്കാരൻ വന്നിട്ട് വീട്ടിൽ കുറച്ച് പണിയുണ്ടെന്ന് വെക്കാം, വീടിന്റെ ബാക്കില് കുറച്ച് കട്ട കിട്ടാനും തേക്കാനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക.
എന്താ ചെയ്യാ, പണിക്കാരൻ വരുന്ന ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണും മെറ്റലും എല്ലാം എന്താക്കിയാണ് സിമെന്റ് ഒക്കെ വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടിടുന്നു, പണിയിന്ന് പോകുന്നു. പൂജാരി അങ്ങനല്ല, അവിടെ ചെന്നിരുന്നു ആൾക്കാരോട് വീട്ടുകാരോട് വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിന്റെ കാര്യങ്ങൾ വല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞ് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച്. കൽപ്പണിക്കാരനും മിണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതുപോലത്തെ അവരവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പറയണോട്ടല്ലേ ഇത്. ചിലപ്പോ ഇതൊരു സൈക്കോളജിക്കൽ ഇതും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. വിശ്വാസം, നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ ദൈവത്തിൽ പറയണത്. അപ്പൊ അവര് ഇതൊക്കെ ചോദിച്ച് അറിയണോന്റാ ഏത് ഈ ഇതൊരു പൂജ. ബിസിനസ് ആയിട്ട് മുമ്പോട്ട് അല്ല അങ്ങനെ ഉണ്ടോ? അത് പിന്നെ ഇഷ്ടം പോലെ അതൊക്കെ നല്ല അപ്പൊ നമുക്ക് കച്ചവടം. എങ്ങനെയാണ് ഇപ്പൊ ഒരു റിയൽ ലൈഫ് സിനാറിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഇതിപ്പോ ഒരു ഇത് ശരിക്കും യഥാർത്ഥമായി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരാളെ നമ്മൾ ഈ വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാനല്ല, ഏതെങ്കിലും പൂജ ചെയ്യണം എന്ന് പറയാനല്ല. ഒരു നമുക്ക് ഒന്നാമത് സെൽഫായിട്ട് നമ്മൾ പറയില്ല, നമ്മൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും ഒരു വ്യക്തിക്ക് പറ്റണം. പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മൾ ഇപ്പൊ എനിക്ക് ചിലവരുടെ പ്രശ്നം നിസാരമായിട്ട് തോന്നും, പക്ഷെ അവർക്ക് ഭീകര പ്രശ്നം തന്നെ ആയിരിക്കും. ഒരാളെ നമ്മൾ അവരുടെ ഉള്ളിൽ അവരുടെ ഉടുപ്പിട്ടിരിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അവനെവിടെ നിൽക്കണം എന്നുള്ളത്. നമ്മളിപ്പോ തണുപ്പത്ത് നിൽക്കുന്നത് ഒരു ചൂട്, നമുക്കൊരു തീയുള്ള ഒരു സ്ഥലം, നമുക്ക് ആ തീ അത്ര പ്രശ്നമല്ല. നമ്മളവിടെ പോയിക്കണ് തീ കൊള്ളാൻ പാടില്ലാത്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പൊരിയായിരിക്കുള്ളൂ. അപ്പൊ നമ്മ പറയണു നീ എന്തിനാ തുള്ളണത്? അപ്പൊ അവൻ പറയണു ഇവിടെ ചൂടല്ലേ, ഇവിടെ എന്ത് ചൂട്, ഇതൊക്കെ ചൂടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നമ്മള് തെറി പറയും. അതുപോലെയാണ് ഈ പറഞ്ഞത്. വെച്ചാല് ഒരു ആളെ നമ്മള് അയാളുടെ പ്രശ്നങ്ങൾ അയാൾക്ക് ചിലപ്പോ ആ സമയത്ത് അയാളെല്ലാ പിടിപൊളികളും നോക്കും. അപ്പോഴായിരിക്കുള്ളൂ ആള് വിശ്വാസപരമായിട്ട് മറ്റേ ഇതിലേക്ക് നീങ്ങുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ നീങ്ങുന്നത്. അങ്ങനെ പ്രവർത്തിക്കാനും ചെയ്യാനൊക്കെ നീങ്ങുമ്പോ ആ സമയത്ത് എന്താണ് അവൻ സെലക്ട് ചെയ്യുന്ന ആളെ കുറിച്ചല്ല ചോദിച്ചത്, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോരായ്മയാണ് പലപ്പോഴും പല ആളുകളും മുതലെടുക്കുന്നത്. കാരണം ആളുകള് ഇപ്പൊ വിദ്യ അറിയാവുന്നവരുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ട്. വിദ്യ അറിയാത്തവരല്ല ഇത് വിഷയം. അതായത് ഇതൊരു ബിസിനസ് തന്ത്രമായിട്ട് കൊണ്ടുനടന്ന് പരസ്യം ചെയ്ത് കൂടുതൽ കാശുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ വിശ്വാസത്തിനെ ഒരു വിശ്വാസി ഒരു കഷ്ടത്തിലിരിക്കുന്ന ദുഃഖത്തിലിരിക്കുന്ന ഒരു വിശ്വാസി തന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്താൻ വേണ്ടി അതിൽ ഏറ്റവും വലിയ പോരായ്മ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അന്ധമാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞില്ലേ. കാരണം ഇവിടെ ഒന്നുമില്ല പറയാ, ഇതിന്റെ മുന്നോട്ട് വെക്കാനോ പോയാണ് ഒരു ബ്ലൈൻഡ് ഗെയിമാണ്. ഞാൻ നേരത്തെ സിനിമനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. ആ ഗെയിമിന്റെ ഇടയിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസം വെച്ചിട്ട് നമ്മള് അയാളെ സമീപിക്കുന്ന ഒരാളെ ചിലപ്പോ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇയാളുടെ കർമ്മം. ചിലപ്പോ ഇവിടെ ശരിയാവുന്ന വേറെ ഒന്നും ഉണ്ടാവില്ല. പല ഘടകങ്ങളും അനുകൂലമായി സംഭവിച്ചേക്കാം ചില കാര്യങ്ങളിൽ. രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് സഞ്ജയന്റെ, മറ്റേ ചിലപ്പോ PDF ഒക്കെ കിട്ടുമായിരിക്കും. അതില് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. കാരണം രുദ്രാക്ഷണം വയ്ക്കുന്നതായിട്ട് കുറെ കാലം മുമ്പ് നമ്മളുടെ ടിവിയിലൊക്കെ കുറെ സാധനങ്ങൾ ഭാഗ്യം കൊണ്ട് അങ്ങനെ വരുന്നത്. ഈ സാധനം 19 കൊല്ലം മുമ്പ് 50 ഉണ്ടാവുന്നതായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട് ആശാൻ. ആലോചിച്ചു ദീർഘദർശി എന്നൊക്കെ പറഞ്ഞാൽ അതായത് 3 ചാക്ക് രുദ്രാക്ഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. പണ്ടാരോ കൊണ്ടുവച്ച് പൂപ്പലിരിക്കുന്നു. സാധനം ഒന്ന് കഴുകി ബ്രഷൊക്കെ ഇട്ട് കഴുകി സാധനം അങ്ങോട്ട് പുള്ളി കച്ചവടമാക്കണം. പറങ്ങോടനും കൂട്ടുകാരും കൂടി അവസാനം കച്ചവടം കഴിയുമ്പോൾ പറങ്ങോടൻ കോഴിക്കോട് ബീച്ചിൽ വലിയൊരു മാളിക വാങ്ങിക്കുന്ന പറയുന്നത്. കാരണം വെച്ചാൽ അപ്പൊ ഇയാൾ ചോദിക്കും, കൂട്ടുകാരൻ ചോദിക്കും ഇതിൽ പ്രശ്നം ഉണ്ടാവില്ലേ, എല്ലാവർക്കും ഇത് ഫലിക്കൂലല്ല. അപ്പൊ അത് പരസ്യം കൊണ്ടാണ് പറങ്ങോടൻ വരുന്ന വീട്ടിലേക്ക്. പറങ്ങോടൻ കാണിച്ചു പരസ്യം വായിച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഭാഗ്യം കൊണ്ടുവരുന്ന ഇന്ന രുദ്രാക്ഷം എന്നൊക്കെ പറഞ്ഞ 5 10 എന്നൊക്കെ പറഞ്ഞേ. അതൊക്കെ അപ്പൊ ചോദിക്കും എടാ ഇതിന് അത്ഭുത സിദ്ധി ഉണ്ടോ? ആര് പറഞ്ഞ അത്ഭുത സിദ്ധി ഇല്ല? അത്ഭുത സിദ്ധി ഉണ്ട്. അപ്പൊ തപസ് ചെയ്താണോ കാലങ്ങളായിട്ട് ഇവര്? പിന്നെ ആര് പറഞ്ഞ തപസ് ചെയ്തിട്ടില്ല? തപസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് ഫലിക്കണ്ടേ? എടാ നമ്മൾ 10 പേർക്ക് കിട്ടും. അപ്പൊ ഐഡിയ പറഞ്ഞു ബിസിനസ് പറഞ്ഞു കൊടുക്കും. നമ്മൾ 10 പേർക്ക് കിട്ടും, അല്ല 3 പേർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കും. അത് പ്രോബബിലിറ്റിയാണ്. അപ്പൊ ഇവര് പൈസ അയക്കുമ്പോ ഈ 3 പേരെ കാര്യം വെച്ചിട്ട് നമ്മൾ പത്രത്തിൽ കൊടുക്കും. അതന്നെ ബാക്കിയുള്ള 7 പേരെ അവരെ പത്രത്തിലൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ, നിയമമൊന്നുമില്ലല്ലോ, അവർ ഇഗ്നോർ ചെയ്യും. അപ്പോ ഇതാണ് ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്നവരുടെ ഐഡിയോളജി. അതൊന്നും മാറൊന്നുമില്ല. അന്നയാൾ എഴുതി വെച്ച് തന്നെയാണ് ഇന്നും ഉണ്ടാവുക. കാരണം
ആ സിദ്ധി കിട്ടിയവര് പറഞ്ഞു നടക്കും. അല്ലെങ്കിൽ എന്താണ് കൂടുതൽ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഇങ്ങനത്തെ ബിസിനസ്സുകാർ നശിച്ചു പോകാന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെ ഒരു ഊർജ്ജം ഉണ്ട് ഇവിടെ, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഒരു ഊർജ്ജം ഉണ്ടെന്നും ആ ഊർജ്ജം ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണെന്നും അറിയാം, നമുക്ക് മനസ്സിലാവും. ഫിസിക്കൽ നമ്മൾ പറയില്ല, ഫിസിക്സില് ഊർജം എന്ന് പറയുന്ന പോലെ, ഭൗതികമായിട്ടുള്ള ഒരു ഊർജം എന്ന് പറയുന്ന പോലെ ഒരു നമ്മൾ പറയാം ഒരു ഒരു ഊർജ്ജമുണ്ട്, കോസ്മിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു എൻറ്റിറ്റി കൂടി അല്ലെങ്കിൽ ഒരു ഊർജ്ജ സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആ ഊർജമാണ് നമ്മളുടെ ചിന്തകളെ, വൈകാരികതകളെ ഒക്കെ മറ്റേ കണക്ട് ചെയ്യുന്നത് ആ ഒരു ഊർജ്ജമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന വിശ്വാസങ്ങള് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഊർജ്ജം. അതൊരു വേറെ ഫ്രെയിമാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഇത് നമ്മൾ ചിത്രം വരയ്ക്കില്ലേ, ചിത്രം വരയ്ക്കുമ്പോൾ ഒരു പ്രതലത്തിൽ നമ്മൾ ചിത്രം വരച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് വേറെ ചിത്രം വരയ്ക്കാന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഉണ്ട് കടലാസല്ല, ഒരു സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഇട്ടിട്ട് ആ ഷീറ്റുമ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കണം. അതുപോലെ നമ്മളിരിക്കുന്നതിന്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒരു ചിത്രം വരച്ച പോലെയാണ് ഈ ഊർജ്ജം നിൽക്കുന്നതെന്നാണ് ഞാൻ. ഓറ എന്നൊക്കെ പറയുന്നത്. ഓറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറയല്ല, വേറൊരു വേൾഡ് തന്നെ പോലെ ഊർജ്ജത്തിന്റെ ഒരു ലോകം ഇവിടെ നിലനിൽക്കുന്നത്.